വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ICT സ്വിംഗ് ട്രേഡിംഗ് ലൈവ് എൻട്രി ലോജിക് എക്സ്പ്ലനേഷൻ ആണ്. അങ്ങനെ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് എടുത്തിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ടെക് മഹീന്ദ്രയാണ്. ടെക് മഹീന്ദ്ര സ്റ്റോക്കിൽ നമ്മൾ എങ്ങനെ എൻട്രി എടുത്തു, എന്താണ് നമ്മളുടെ എൻട്രി ക്രൈറ്റീരിയ, എന്താണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ക്രൈറ്റീരിയ, എന്താണ് നമ്മളുടെ ടാർഗറ്റ് ക്രൈറ്റീരിയ തുടങ്ങി അറ്റ് ദ ലാസ്റ്റ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് എന്താണ് എന്ന് പ്രോപ്പറായി കണ്ടു മനസ്സിലാക്കാൻ സെഷൻ മുഴുവനായിട്ടിരുന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉള്ളത് ടെക് മഹീന്ദ്രൻ്റെ 1 month ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, നമ്മൾ ഇന്ന് സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ടെക് മഹീന്ദ്ര ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ അനലൈസ് ചെയ്യുന്ന ടൈമും ഡേറ്റും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 29 തന്നെയാണ്. ഓക്കെ, ഓഗസ്റ്റ് 29 നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക് മഹീന്ദ്ര നമ്മൾ 1 month ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് എന്താ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്? പ്രീവിയസ് മന്ത് എന്തായിരുന്നു? ഒരു സ്ട്രോങ് ബെയറിഷ് ക്ലോസ് ആയിരുന്നു തന്നിട്ടുള്ളത്. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോമിംഗ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ബുള്ളിഷ് ക്യാൻഡിൽ ഫോമിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എവിടെയാണ്? നമുക്ക് ആക്ച്വലി ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെയായിരുന്നു. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, ഇതായിരുന്നു ആക്ച്വലി നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ബ്രേക്ക് ഔട്ട്. ഇതാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ബ്രേക്ക് ഔട്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ബ്രേക്ക് ഔട്ട്. അതിനുശേഷം എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റോടുകൂടി പ്രൈസ് ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇതിനെ നമ്മളൊരു ഇമ്പൾസീവ് ലെഗായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇമ്പൾസീവ് ലെഗ്. ഓക്കെ, അപ്പോൾ ഇമ്പൾസീവ് ലെഗിന് ഓപ്പോസിറ്റ് ആയിട്ട് അഗൈൻ എന്ത് വന്നു? കറക്റ്റീവ് ലെഗ് വന്നു. ഓക്കെ, കറക്റ്റീവ് ലെഗ് എങ്ങോട്ടാണ് വന്നിട്ടുള്ളത്? നമ്മളുടെ ആ ഒരു ഇമ്പൾസീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിലെ ബേസിലേക്കാണ്, അതായത് എക്സ്ട്രീം ലെവൽ സോണിലേക്ക് നമ്മളുടെ ഇവിടെ നമുക്ക് മന്ത്ലി OB ആയിട്ട് നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, മന്ത്ലി ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ആ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് റിജക്റ്റ് ചെയ്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് കിട്ടി. അവിടുന്ന് അഗെയിൻ പ്രൈസിന് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. ആ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമ്പൾസീവ് ലെഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു ആക്ച്വലി ആ ഒരു ഇമ്പൾസീവ് ലെഗ്. ഓക്കെ, ഇതാണ് ആ ഒരു ഇമ്പൾസീവ് ലെഗ്. അതിനുശേഷം അഗെയിൻ എന്താണ്? പ്രൈസ് കറക്റ്റീവ് വേവ് വന്നു. അവിടെ നിന്ന് പ്രൈസ് നെക്സ്റ്റ് ഇമ്പൾസീവ് വേവ് തുടങ്ങുന്നു എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷനാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി 1 monthൽ നിന്ന് 1 വീക്കിലേക്ക് നമ്മൾ നോക്കിയാൽ ഇവിടെ ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് ഒന്ന് പ്രോപ്പറായിട്ട്. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, ഇവിടെ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കിയാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ലെവൽ മിറ്റിഗേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കീ ലെവൽ മിറ്റിഗേഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാർട്ട് കണ്ടിട്ട് കീ ലെവൽ മിറ്റിഗേഷൻ എവിടെയാണുള്ളത് നോക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇതാ നമ്മൾ വരച്ച് കാണിക്കുകയാണ്. ഓക്കെ, നമ്മളുടെ സ്ട്രക്ചർ ബ്രേക്ക് നടന്നിട്ടുള്ള ഏരിയ ഇതാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ്? ഒരു കീ ലെവൽ മിറ്റിഗേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കീ ലെവൽ മിറ്റിഗേഷൻ അതായത് എന്താണ്? പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നു, അതിനുശേഷം അത് പിന്നെയും ടെസ്റ്റ് ചെയ്യുന്നു, എഗെയിൻ അത് ബ്രേക്ക് ചെയ്യുന്നു, അത് ചെയ്യുന്നു, അതിനുശേഷം എഗെയിൻ വരുന്നു. അപ്പോൾ എന്താണ്? ഒരുപാട് ടച്ച്, 1 ടച്ച്, 2 ടച്ച്, 3 ടച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട്. അപ്പം നമ്മളെന്താണ്? അതിനൊരു കീ ലെവലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഇമ്പൾസീവ് ലെഗ്. അതായത് ഈ ഒരു ഇമ്പൾസീവ് ലെഗിൽ നമുക്ക് പ്രൈസ് എന്താണ്? നമ്മളുടെ മന്ത്ലി ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തു. ഈ ഒരു ഇമ്പൾസീവ് ലെഗ് നോക്കും നിങ്ങൾ, ഇതിനെ നമ്മൾ വീക്ക്ലി റേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. വീക്ക്ലി റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് ഒരു വീക്ക്ലി റേഞ്ച് ലോയും ഒരു വീക്ക്ലി റേഞ്ച് ഹൈയും ഉണ്ടായിരിക്കും. ഇതിനെ തന്നെ നമുക്ക് എന്താണ്? ഡീലിംഗ് റേഞ്ച് ഹൈ എന്നും ഡീലിംഗ് റേഞ്ച് ലോ എന്നും പറയാം. ഇങ്ങനെ ഡീലിംഗ് റേഞ്ചസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് DRT തിയറി, അതായത് ഫിബ് എടുക്കുന്നു, നേരെ വെച്ച് വരയ്ക്കുന്നു, നമ്മൾ DRT പ്ലോട്ട് ചെയ്യുമ്പോൾ എന്താ മനസ്സിലാവും? ഈ ഒരു വീക്ക്ലി റേഞ്ചിൻ്റെ 50% പ്രൈസ് കറക്റ്റ് ചെയ്ത് 50%ന് താഴെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് എന്തായിരിക്കാം? നെക്സ്റ്റ് ഒരു ഇമ്പൾസീവ് ലെഗിനുള്ള ഫോർമേഷനായിട്ട് നമുക്കെന്താണ്? വീക്ക്ലി ടൈം ഫ്രെയിമിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓക്കെ,
അങ്ങനെ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. ഇവിടെ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ നിങ്ങൾ, നമ്മൾ പറഞ്ഞ വീക്ക്ലി ഡീലിംഗ് റേഞ്ച് ലോ, വീക്ക്ലി ഡീലിംഗ് റേഞ്ച് ഹൈ. ഓക്കെ, ഇതിനെ നമ്മൾ എന്താണ്, ഒരു ഇമ്പൾസീവ് ലെഗായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇമ്പൾസീവ് ലെഗായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇമ്പൾസീവ് ലെഗിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു? നേരെ കറക്റ്റീവ് ലെഗ് വരുന്നു. ഓക്കെ, കറക്റ്റീവ് ലെഗ് വരുന്നു. അതായത് ഡീലിംഗ് റേഞ്ച് ഹൈയിൽ നിന്ന് ഡീലിംഗ് റേഞ്ച് ലോയിലേക്ക് എഗെയിൻ പ്രൈസ് എന്ത് ചെയ്യുന്നു? ദർ ഈസ് എ കറക്റ്റീവ് ലെഗ് വരുന്നു. ഓക്കെ, ദർ ഈസ് എ ഇമ്പൾസീവ് ലെഗ്, ദെൻ ദർ ഈസ് എ കറക്റ്റീവ് ലെഗ്. കറക്റ്റീവ് ലെഗ് ഏത് വരെ വന്നു? ഈ ഡീലിംഗ് റേഞ്ച് ഹൈ ടു ഡീലിംഗ് റേഞ്ച് ലോയുടെ 50%, ദാറ്റ് മീൻ ഇക്വിലിബ്രിയം വരെ വന്നു. അവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ലെവൽ, ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ലെവൽ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മൊമെൻറ്റം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ്, ഒരു റീറ്റെയിൽ പാറ്റേൺ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്താണ് ആ പാറ്റേൺ? സിമ്പിളായിട്ട് പറയാം, ഇതാണ് ആക്ച്വലി ആ പാറ്റേൺ. എന്താണ്? ഇൻവേർട്ടഡ്, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഫ്ലാഗ് ആൻഡ് പോൾ. ഇതാണ് ഇൻവേർട്ടഡ്, അല്ലെങ്കിൽ തലതിരിഞ്ഞ് വരുന്ന ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ. അതായത് എങ്ങനെയാണ് ഈ ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ എന്ന് പറയുന്നത്? പ്രൈസ് ഒരു പോൾ വരും, പിന്നെ അവിടെ ഒരു ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്യും. ആ ഫ്ലാഗിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ എൻട്രി, ഇവിടെ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് എങ്ങനെയാണ്? നമ്മൾ പ്രൊജക്ഷൻ മെത്തേഡ് പ്രകാരം പോളിൻ്റെ അളവ് എടുക്കുന്നു, ആ പോളിൻ്റെ അളവ് തന്നെ ഇവിടേക്കും വരും. ഓക്കെ, അപ്പം നമ്മളെന്താണ്, നമ്മൾ ഈ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പാറ്റേണിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ പാറ്റേണിൻ്റെ ഫെയിലിയർ ആണ് നമ്മൾ അഡ്വാൻറ്റേജ് ആക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ 4 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ, ഓക്കെ, 4 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നോക്കൂ, പ്രൈസ് കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം there is a structure break, then again a structure break. ഓക്കെ, അതിനുശേഷം again structure break, അതിനുശേഷം again structure break. ഇങ്ങനെയാണ് സ്ട്രക്ചർ ബ്രേക്സ് നടത്തിക്കൊണ്ടാണ് പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ പ്രൈസ് ഇമ്പൾസീവ് ലെഗ്, then there is a corrective wave. There is a impulsive leg, then there is a corrective wave. Then there is a impulsive leg, then there is a corrective wave. ഇപ്പോൾ പ്രൈസ് എന്താണ്? കറക്റ്റീവ് ലെഗിലാണ് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന എൻ്റെ എൻട്രിക്കായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത സോൺ എന്ന് പറയുന്നത് ഈ സോണായിരിക്കും. ഈ സോണായിരിക്കും ഞാൻ ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഡിമാൻഡ് ഓർഡർ ബ്ലോക്കായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് എൻ്റെ എൻട്രിക്കായിട്ട്. ഓക്കെ, അതായത് പ്രൈസ് ഇങ്ങനെ പോൾ വരുന്നു, ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഈ ഫ്ലാഗ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നേരെ പ്രൈസ് എന്ത് ചെയ്യും? നമ്മളുടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വരും. അവിടെ നിന്നാണ് നമ്മളുടെ എൻട്രി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സോൺ എന്ന് പറയുന്നത് ദർ ഈസ് എ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. ഓക്കെ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ടാർഗറ്റായിട്ട് ഈ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ എൻട്രി എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മളുടെ ഈ ഒരു സോണിൽ, ഈ ഒരു ഓർഡർ ബ്ലോക്കിലായിരിക്കും എൻ്റെ എൻട്രി. ഓക്കെ, ഈ ഓർഡർ ബ്ലോക്കിലായിരിക്കും എൻ്റെ എൻട്രി. അതുപോലെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എവിടെയാണ്? നേരെ ഓർഡർ ബ്ലോക്കിൻ്റെ താഴെ ഒരു 15 പോയിൻ്റ് താഴെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. അതുപോലെ ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ആയിട്ടുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അറൗണ്ട് ഒരു 1:3 മുകളിൽ നമുക്ക് റിസ്ക് റിവാർഡ് തരുന്ന ഒരു ട്രേഡായിരിക്കും ഇത്. 1 അവറിലേക്ക് ഇട്ടിട്ട് ഒന്നും പാടി റിഫൈൻ ചെയ്ത് നമ്മൾ നോക്കിയാൽ ഇവിടെ ആയിരിക്കും എൻ്റെ എൻട്രി. ഇവിടെ നമ്മളുടെ OBയിൽ, നമ്മളുടെ ഈ ഒരു OBയിലായിരിക്കും നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. അതായത് ഇവിടെ നോക്കൂ നിങ്ങൾ, പ്രോപ്പറായിട്ടുള്ള മിറ്റിഗേഷൻസ് നടന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ലെവൽ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ടാണ് ആക്ച്വലി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു സോണിൽ. ഓക്കെ, എൻട്രി വരുന്നത് 1479. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു 15.5 പോയിന്റ് താഴെ 1463. അതുപോലെ തന്നെ നമ്മളുടെ ടാർഗറ്റ് വരുന്നത് എത്രയാണ്? 1539 ആക്ച്വലി നമ്മളുടെ ടാർഗറ്റ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്? എഗെയിൻ പ്രൈസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്താകും? ഈ ഒരു ബ്രേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ബ്രേക്ക് ചെയ്തതായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേ ബേസിൽ ആളുകൾ ഷോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പം നേരെ പ്രൈസ് വരുന്നത് എവിടേക്കായിരിക്കും? നമ്മളുടെ OBയിലേക്കായിരിക്കും. അവിടെ നിന്ന് പ്രൈസിൻ്റെ ഒരു
ഫേക്ക് മൂവാണ് നമ്മളിവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ ഫേക്ക് മൂവ് വരാനുള്ള പോസിബിലിറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ എൻട്രിക്കായിട്ടോ അല്ലെങ്കിൽ ടാർഗറ്റിനായിട്ടും വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മളുടെ ട്രേഡിൻ്റെ ഫൈനൽ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രോപ്പറായി കൊണ്ട് തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്, നമുക്കിവിടെ ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിലർ പറയും, അപ്പം നീ ലോസ് ആയില്ല വീട്ടിൽ പോടാ, ഇല്ല പോകുന്നില്ല, നമ്മൾ ട്രേഡിന് ഒന്നുകൂടി അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, നമ്മൾ പ്രോപ്പറായി കൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ബേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എൻട്രി, ഈ ബേസിൽ നിന്ന് തന്നെ ഈ സ്റ്റോക്ക് ഞാൻ എൻട്രി എടുക്കുന്നു എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ്, ഈ ബേസിന് തൊട്ട് മുകളിലായിട്ട് എന്ത് വന്നിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു ലിക്വിഡിറ്റി എൻജിനീയറിംഗ് വന്നിട്ടുണ്ട്. ലിക്വിഡിറ്റി എൻജിനീയറിങ്ങിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്, ഇൻഡ്യൂസിമെൻറ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോ, നമ്മളുടെ ഒരു ബേസ്, ഓക്കെ, ഈ ബേസ് എന്താവാം, ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കാം, ഒരു ബ്രേക്കർ ബ്ലോക്ക് ആയിരിക്കാം, വെന്നവർ എന്തും ആയിരിക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു ലിക്വിഡിറ്റി ബിൽഡപ്പ് വരിക എന്ന് പറയുമ്പോൾ എന്താണ്, ആ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് ആ ബേസ് എന്താണോ ആ ബേസ് മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് റിവേഴ്സലിനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഞാൻ പഠിച്ചിട്ടുള്ളത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ പഠിപ്പിച്ചവരാണെങ്കിൽ അറിയാം. ഓക്കെ, അത് പ്രകാരം നമ്മളുടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇൻ ദ ഫോം ഓഫ് ഇൻഡ്യൂസ്മെൻറ്റ് അത് ബ്രേക്ക് ചെയ്ത് നമ്മളുടെ സോണിൽ മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് എന്ത് ചെയ്തു, മുകളിലേക്ക് ഒരു മൂവ് തന്നു. ഈ ഒരു മൂവ് എത്രത്തോളം വന്നു നോക്കൂ നിങ്ങൾ, അറൗണ്ട് 1:2.5 മുകളിൽ പ്രൈസ് ഈ സ്റ്റോക്ക് ഇവിടെ മൊമെൻറ്റം തന്നു. അതിനുശേഷം എന്താണ്, പ്രൈസ് നേരെ താഴേക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു, നമുക്ക് ലോസ് വന്നു. ഓക്കെ, ഈ ലോസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗുഡ് ലോസ് ആണ്. അതായത് ഗുഡ് ലോസും ബാഡ് ലോസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഒരു ഗുഡ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗുഡ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളുടെ സിസ്റ്റം എന്ത് പറയുന്നു, അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രാറ്റജി എന്ത് പറയുന്നു, നമ്മൾ എത്രത്തോളം റൂൾസ് നമ്മൾ പാലിക്കുന്നു, ഇതെല്ലാം പാലിച്ചും കൊണ്ട് നമ്മൾ എൻട്രി എടുക്കുന്നു, പ്രോപ്പറായി കൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് എടുക്കുന്നു, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതിന് ഒത്ത, അതായത് ഞാൻ അതിനൊത്ത എന്ന് പറയുമ്പോൾ എന്താണ്, റിസ്ക് റിവാർഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1:2 മുകളിൽ വേണം നിങ്ങളുടെ റിസ്ക് റിവാർഡ്. ഓക്കെ, 1:2, ഞാൻ ചിലർ പറയും 1:1 എടുത്തോ, 1:1.75 എടുത്തോ, അങ്ങനെയൊന്നുമില്ല. 1:2 മുകളിൽ എടുക്കാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, അല്ലാതെ സ്വിങ്ങിനായിട്ട് നിങ്ങൾ സ്കാൽപ്പ് ചെയ്യാനൊന്നും നിൽക്കരുത്. ഒരു 1:2 മുകളിൽ എടുക്കുക. ഓക്കെ, അങ്ങനെ ഒരു ടാർഗറ്റും നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇതായിരിക്കണം പ്രോപ്പറായിട്ടുള്ള ഒരു റൂള്. അതായത് ഒന്നുകൂടി ഞാൻ പറയുകയാണ്, എൻ്റെ എൻട്രി എന്ന് പറയുന്നത് എന്താണ്, പ്രോപ്പറായിക്കൊണ്ട് ഈ ഒരു ബേസിൽ അത് തന്നെയാണ് ഞാൻ എൻട്രി ആയിട്ട് സെറ്റ് ചെയ്തത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ആ ബേസിന് തൊട്ട് താഴെ. ഓക്കെ, തൊട്ട് താഴെ ഇവിടെ നമ്മൾ എന്താണ് ടാർഗറ്റ് എടുക്കാൻ കാരണം എന്താണ്, ഇവിടുത്തെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. അതുപോലെ തന്നെ നോക്കൂ, ഇതാ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് എഗെയിൻ നമുക്ക് എന്താണ്, ഇവിടെ ഒരു അക്യുമുലേഷൻ കാണാൻ വേണ്ടി പറ്റും. എന്താണ്, ഒരു അക്യുമുലേഷൻ. ഈ ഒരു അക്യുമുലേഷൻ്റെ ഹൈ എന്ന് പറയുന്നത് എന്താണ്, ഈ അക്യുമുലേഷൻ്റെ ഹൈ എന്ന് പറയുന്നത് ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ഇൻഡ്യൂഷൻ എന്തായിരുന്നു, ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഈ ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ബേസിൽ മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് റിവേഴ്സ് ചെയ്ത് ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാനായിട്ട് സ്റ്റോക്ക് വരും എന്നതായിരുന്നു എൻ്റെ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിലാണ് നമ്മളിവിടെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എൻട്രി, നമ്മളുടെ സ്റ്റോപ്പ് ലോസ്, നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫുള്ളി ലോജിക്കലാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു ലോജിക്കൽ വേയിലാണ് നമ്മൾ 3 കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും നമുക്ക് എന്താണ്, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ പ്രോപ്പറായിട്ട് ഡിസിപ്ലിനോട് കൂടി റൂൾസിലോട് കൂടി ചെയ്തിട്ട് നമുക്ക് ലോസ് വരികയാണെങ്കിൽ ഓക്കെ വന്നോട്ടെ, അത് ഗുഡ് ലോസ് ആണ്. ഗുഡ് ലോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ബിസിനസ്, അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ ഗെയിം. അല്ലാതെ നമ്മൾ മറ്റൊരാളുടെ ടിപ്പ് കേട്ട് നമ്മളുടെ ഹാർഡ് ഏൺ മണി നമ്മൾ അതിലിട്ടു, എന്നിട്ട് ഒരു ലോജിക്കും ഇല്ലാതെ ഒരു 10 പോയിൻ്റ് താഴെ, ഒരു 20 പോയിൻ്റ് താഴെ, അതിൻ്റെ താഴെ, ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഒരു റൂൾസും കാര്യം ഫോളോ ചെയ്യാതെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് വെച്ച്, ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് ആ സ്റ്റോപ്പ് ലോസൊക്കെ ഈ പ്രോപ്പറായിട്ട് പ്രൈസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ബാഡ് ലോസ് ആണ്. അങ്ങനെയാണ് നിങ്ങൾ ബാഡ് ലോസ് വാങ്ങുന്ന ആളാണെങ്കിൽ കഴിയുന്നതും പെട്ടെന്ന് ഗുഡ് ലോസുകളിലേക്ക് മാറാൻ നോക്കുക. ഗുഡ് ലോസിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോപ്പറായിട്ട് റൂൾസ് വെച്ചുകൊണ്ട് ഒരു സ്റ്റോപ്പ് ലോസ് വെക്ക്, അത് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഗുഡ് ലോസ് ആണ്. ഈ ഗുഡ് ലോസ് നെക്സ്റ്റ് വരുന്ന ട്രേഡുകളിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ചെയ്യപ്പെടും. അതായത് ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ നിങ്ങൾ, നെക്സ്റ്റ് ഞാനൊരു സ്വിംഗ് ട്രേഡിംഗ് വീഡിയോ ചെയ്യുമായിരിക്കും. ചിലപ്പോൾ അതെന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും. ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന തരത്തിൽ ചിലപ്പോൾ ഒരു ലോസ് ആയിരിക്കും, ഒരു പ്രോഫിറ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ലോസ് നമുക്ക് നെക്സ്റ്റിൽ സെറ്റ് ഓഫ് ചെയ്യാം. ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് ബിസിനസ് പോകുന്നത്. നമുക്ക് ഇന്ന് ലോസ് ആയിരിക്കും,
ഓക്കെ. അപ്പം നെക്സ്റ്റ് ഡേയിൽ ഇന്നത്തെ ലോസിനെ കവർ ചെയ്തും കൊണ്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കാം നമുക്ക് മുകളിലേക്ക് വരുന്നത്. അതുകൊണ്ട് ലോസ് വരുന്ന സമയത്ത് അത് നമ്മൾ കൺട്രോൾഡ് ആയിരിക്കണം. ഓക്കെ. ഇപ്പോൾ ചിലർ പറയുന്നത് എന്താണ്, എറൗണ്ട് പ്രൈസ് ഏകദേശം എത്ര വന്നു, 1:2.5 മുകളിൽ വന്നില്ലേ, അവിടെ വെച്ച് നമുക്കെന്താണ്, അല്ലെങ്കിൽ നിനക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, ഒരു പാർഷ്യൽ ബുക്കിംഗ് ചെയ്തിട്ടായിരുന്നു. ഇതൊക്കെ പറയുമെന്നല്ലാതെ കാര്യത്തോടെ അടുക്കുന്ന സമയത്ത് ഇതൊന്നുമില്ല. ഓക്കെ. എൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത് എന്താണ്, ഞാനൊരു ടാർഗറ്റ് വെച്ചാൽ ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ മൊത്തമായിട്ട് സെല്ല് ചെയ്ത് ഒഴിവാക്കും. സ്റ്റോപ്പ് ലോസ് കിട്ടിയാൽ ഓക്കെ. ഇടയിൽ വന്നിട്ട് നമ്മൾ പാർഷ്യൽസോ കോട്ടൗസോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പ്രോപ്പറായിട്ട് എൻട്രി വെക്കുന്നു, സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, ടാർഗറ്റ് വെക്കുന്നു, ഇതൊക്കെ ലിമിറ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ. തട്ടിയാൽ തട്ടി, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. താങ്ക് യു.